പത്തനംതിട്ട നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെ കാനനമധ്യേ സ്ഥിതി ചെയ്യുന്ന ആലുവംകുടി മഹാദേവി ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ശിവരാത്രി നാളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തരാണ് ദുർഘടമായ കാനനപാതയിലൂടെ സഞ്ചരിച്ച പുണ്യം നേടാൻ ക്ഷേത്രത്തിൽ എത്തുന്നത്. 2500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് എന്നതാണ് പഴമക്കാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവാങ്കുടി ശിവക്ഷേത്രത്തിലാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ഒരു ശിവക്ഷേത്രമാണിത്. പത്തനംതിട്ടയിൽ നിന്നും 50-60 കിലോമീറ്ററിന് ഇടയിലാണ് ഈ ശിവക്ഷേത്രം നിൽക്കുന്നത്. വനത്തിൽ കൂടി ഏകദേശം 13 കിലോമീറ്റർ ദൂരം ദൈർഘ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭഗവാനെ കാണാൻ ഇവിടെ എത്തുകയുള്ളൂ. ഇത് തണ്ണിത്തോട് പഞ്ചായത്തിലാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ചേട്ടാ ഇതിന്റെ ക്ഷേത്രമായിട്ടുള്ള ഐതിഹ്യം? ശബരിമലയുമായി ബന്ധപ്പെട്ട പൂങ്കാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ആലുവാങ്കുടി എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 2400 വർഷത്തെ പഴക്കമുണ്ട്. ഇത് തണ്ണിത്തോട് പഞ്ചായത്തും സീതത്തോട് പഞ്ചായത്തിലെയും രണ്ട് കരക്കാർ കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. ഇപ്പോൾ ഞാനിതിൻ്റെ സെക്രട്ടറിയാണ്. ഇത് കാനനപാത ആൾക്കാരൊക്കെ ഭക്തജനങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശിവരാത്രിക്കും ആൾക്കാർ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത് ഇത്രയും ജനത്തിരക്ക് എൻ്റെ ഓർമ്മയിൽ നമുക്ക് ആലുവ മണൽപ്പുറത്ത് ഭഗവാന്റെ അവിടെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് ഈ വനത്തിൽ കൂടി ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരു ഐതിഹ്യം? ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ ആ ശക്തിയുടെ ഇതാണ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്നെത്തിപ്പോകുന്നത്. ചേട്ടാ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇതിന്റെ ഒരു മറ്റു കാര്യങ്ങളും താന്ത്രികാവകാശങ്ങളും മറ്റൊക്കെ എങ്ങനെയാണ്? അത് നമ്മളൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ കാനനപാതയിലെ മലയോര മേഖലയിൽ പിന്നെ തലമുറകൾ വഴക്കുള്ള ക്ഷേത്രത്തില് എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെയൊക്കെ വരുന്നതാണ്. എൻ്റെ അച്ഛനും ഒക്കെ ഉള്ള കാലം മുതൽ 60 വയസ്സ് മേലുണ്ട് എനിക്ക്. അന്ന് മുതലുള്ള അറിവായപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അറിയാം. അന്ന് റോഡുകളില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ ആനയെ പേടിച്ച് നമ്മൾ നടന്നു വന്ന് പിന്നെ ഇവിടെ അമ്പലത്തിൽ വന്ന് അന്ന് ഈ ക്ഷേത്രങ്ങളില്ല, കല്ലുകെട്ടുകൾ മാത്രമേ ഉള്ളായിരുന്നു. അതെല്ലാം പിന്നെ ഇവിടെ നമ്മൾ ഫോറസ്റ്റുകാരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടി ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അങ്ങനെ ഇത്രയും ആൾക്കാരെ വെളിയിൽ നിന്ന് നമ്മുടെ പ്രാദേശികമായി കൂടുതൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എറണാകുളം വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഈ ഭഗവാനെ ഇവിടെ ഇന്ന് തന്നെ അത് തന്നെ ഈ സ്ഥിതി. ഇന്ന് ഇത്രയും ജനത്തിരക്ക് ഏറാൻ കാര്യം ഓരോ വർഷം കഴിയുമ്പോൾ ഇത്രയും ജനത്തിരക്ക് കൂടി നല്ല രീതിയിലാണ് കൊണ്ടുവന്നത്. 2 കരക്കാർ നടത്തുന്ന പിന്നെ ഇതാണെങ്കിലും ഞങ്ങൾ ഒത്തൊരുമിച്ച് 2 കരക്കാരോട് കൂടി ഏതൊക്കെ അത് പിന്നെ തണ്ണിത്തോട് പഞ്ചായത്തിലും പിന്നെ സീതത്തോട് പഞ്ചായത്തിലും ഉൾപ്പെടുത്തി ഗുരുനാഥൻ മണ്ണ് കരിമാനോട് തേക്കോട് ഇങ്ങനെ ആ ഉദ്ദേശത്തിൽപ്പെട്ട 2 കരക്കാരാണ്. അങ്ങനെയാണ് 2 കരക്കാരാണ്. 2 കരക്കാർ ശിവരാത്രി 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും 2 കരക്കാരുടെ ഘോഷയാത്ര ഇവിടെ 3 മക്കിന് എത്തിച്ചേരും. അവിടെ നിന്ന് നമ്മൾ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തുമായി വന്ന് ഇവിടെ അവസാനിക്കും. അത് കാള, തേര് അങ്ങനെയുള്ള എല്ലാ ചെണ്ടമേളം, താലപ്പൊലി അങ്ങനെയുള്ള എല്ലാ കെട്ടുകാഴ്ചകളോടെയാണ് വരുന്നത്. ബന്ധപ്പെട്ട് ഇത് വന മധ്യത്തിലാണല്ലോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് വനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായങ്ങളും നമുക്ക് വേണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാവിന്റെ സംഭവത്തോടു കൂടി ഇപ്പൊ ഏതാണ്ട് കരിമാന്തോട്, അതായത് കോന്നിയിൽ വെള്ളം വരുമ്പോഴേ പ്ലാന്റേഷൻ തണ്ണിത്തോട് കഴിഞ്ഞിട്ട് തേക്കതോട് കരിമാന്തോട്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ വനത്തിലോട്ട് കയറുന്ന ആ 6 കിലോമീറ്ററിൽ ഒരു 3 കിലോമീറ്റർ 190 മീറ്റർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ അവിടുത്തെ MLA സഹായത്തോടു കൂടി നമുക്ക് അനുമതിയായിട്ടുണ്ട്. അത് ഈ വരുന്ന 17-ാം തീയതി അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ശിവരാത്രിയാണ് ചെയ്യാഞ്ഞത്. അപ്പൊ ഈ 17-ാം തീയതി അവർ തുടങ്ങുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഗുരുനാമണ്ണി എന്ന് സീതത്തോട് മുണ്ടമ്പാറ ഗുരുനാമണ്ണി നിങ്ങോട്ട് വരുന്ന ആ റോഡിലും അതിന് 100-200 മീറ്ററോളം അതും കോൺക്രീറ്റ് ആവുന്നുണ്ട്. അതും MLA ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാലും ഈ ഇവിടുത്തെ വിശ്വാസം ഒരു വലുതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം ജനങ്ങൾ ഇവിടെ വന്നെത്താൻ കാരണം. ഈ വനമധ്യത്തിലെ ഇത്രയും കിലോമീറ്ററുകളുടെ ദൈർഘ്യം ഞങ്ങൾ തന്നെ വരുമ്പോൾ ഏകദേശം 3-4 മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആയിട്ടാണ്. അപ്പൊ അതിനെ പോലും വകവെക്കാതെ കാൽനടയായി വണ്ടിയൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് വരികയാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ അതുപോലെ അന്യ സ്റ്റേറ്റായ പിന്നെ കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഈ 1-ാം തീയതി എല്ലാ മാസവും മാസപ്പൂജ നടക്കുന്നത് ആ 1-ാം തീയതിയുടെ തലേ ദിവസം 1-ാം തീയതി ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇത് വിശ്വാസം വിളിച്ചാ വിളി കേൾക്കുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ മലകളും അതുപോലെ ഇവിടെ 2-3 മലയുണ്ട്, മലദൈവങ്ങളുണ്ട്. അതായത് അവിടെ മുറുക്കാൻ വെക്കുകയും കരിക്ക് വെക്കുകയും അങ്ങനെ വിശ്വാസം ഒരു വലുതാണ് ഇവിടുത്തെ. അതുകൊണ്ട് ആ ജനങ്ങൾ ഓരോ വർഷം വരുന്ന ആളുകൾ പിന്നെ ഒരു 10 പേരെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വരുന്നു. അവരോട് ഈ സംഭവം പറയുമ്പോൾ തന്നെ അതിനകത്ത് ഈ ശബരിമല പോലെ വനത്തിന്റെ നടുക്കുള്ള ക്ഷേത്രമാകുമ്പം ഈ ഭക്തജനങ്ങൾക്കൊരു ആകാംക്ഷ
ഒരു പ്രാവശ്യം വരുന്ന ഒരു 10 പേരെ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതാണ് ഇത്തരം ജനങ്ങളുടെ തിരക്ക് ഇവിടെ ആകാൻ കാരണം. അതുപോലെ തന്നെ വിശ്വാസം ഒരു വളരെ വലുതാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാനുള്ള ഇതിന്റെ സംഘാടകരായിട്ട് തന്നെ മറ്റ് വിശ്വാസികളായിട്ടൊക്കെ തന്നെ അവർ ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് കണ്ടു. അന്നദാനം അതിന് ഈ ശിവരാത്രി ദിവസം നല്ല 1-ാം ദിവസം വന്നാലും എത്ര പേര് വന്നാലും ഇവിടെ ഫുഡ് അത്രയും പേർക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ അന്നദാനം. അത് ഈ 1-ാം തീയതി മാസപൂജ നടക്കുമ്പോഴും അല്ലാത്ത നമ്മൾ ശിവരാത്രി നാളിലും എത്ര പേര് വന്നാലും അവർക്ക് ഫുഡിന് യാതൊരു കുഴപ്പമില്ല. കാരണം കാനന ഇതായതുകൊണ്ട് മറ്റ് ഹോട്ടൽ സൗകര്യങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ അന്നദാനം കഴിക്കാനായിട്ട് തന്നെ ഇവിടെ ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അത് ഭഗവാന്റെ ഒരു പ്രസാദമാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് വെച്ച് തന്നെ അത് പിന്നെ പുഴുക്കുണ്ട്. കാച്ചിലും ചേമ്പും ചീനിയും ഒക്കെ പുഴുങ്ങിയിട്ട് സമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ കുടിവെള്ളം മാത്രം വിതരണം ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ വിശ്വാസികളാണ്. വിശ്വാസമുണ്ട്. ഇവിടെ ക്രിസ്ത്യാനി മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഹിന്ദുക്കളും എല്ലാ ആൾക്കാരും സഹകരിക്കുന്ന പൂജയും മറ്റു താന്ത്രികവാസങ്ങളൊക്കെ ആരാണ് ഇവിടെ? അത് നമ്മുടെ തന്ത്രി തന്നെ, ഇവിടെ സ്ഥിരം തന്ത്രി തന്നെ. ഉണ്ണി ഇഷ്ടം ഒരു തിരുമേനി, പിന്നെ നമ്മൾ വേറൊരു തിരുമേനി സ്പെഷ്യലായിട്ട് ഏർപ്പാട്ടൊന്നും വരുന്നത് രാജഗോപാലൻ തിരുമേനി. നമ്മുടെ പൂജയും മറ്റു കാര്യങ്ങളും വഴിപാടൊക്കെ എന്തൊക്കെയാണ്? വഴിപാട് തുലാഭാരമുണ്ട്. പിന്നെ എല്ലാ വഴിപാടുകളും മൊത്തത്തില് എല്ലാ വഴിപാടുകളും ഗണപതി ഹോമം എല്ലാ വഴിപാടുകളും. ഈ ഭരണസമിതിയെ എല്ലാ വർഷവും തെരഞ്ഞെടുക്കുകയാണ്. വർഷത്തിലേക്കാണ് ഭരണസമിതി തെരഞ്ഞെടുക്കുന്നത്. അത് വന്നിട്ട് 3 മാസമായത്, 4 മാസമായത്. കൃത്യമായി ഞങ്ങൾ ഈ യാത്രാ സൗകര്യത്തിനാണ് കൂടുതൽ നൽകുന്നത്. ആൾക്കാർക്ക് യാത്രാ സൗകര്യം ഉണ്ട്. കൂടുമ്പോൾ ഇപ്പൊ ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം കൂടുതൽ ആൾക്കാർ വരും. അപ്പൊ എങ്ങനെയും ഞങ്ങൾ യാത്രാ സൗകര്യമാണ് ഇതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ സർക്കാരിൽ നിന്നാലും ഞങ്ങൾക്ക് ഈ റോഡ് ശരിയായി കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടിൽ ഇപ്പൊ നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഒരു സൈക്കിൾ വരെ വരും, ഓട്ടോറിക്ഷ വരും, കാർ വരും. ഞങ്ങളുടെ പുതിയ ഭരണസമിതി പിന്നാണ് ഇത്രയും ഞങ്ങൾക്ക് പുരോഗമനം. കലജൂർ പഞ്ചായത്തിലെ കൂടുതൽ ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഈ ക്ഷേത്രത്തെ കുറിച്ച് നേരത്തെ മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഞാനിവിടെ വന്നിട്ടില്ല, എന്റെ ഫാമിലി വന്നിട്ടില്ല. അപ്പൊ ഈ വനത്തിന് നടുവിലൊരു ക്ഷേത്രം ഉണ്ടെന്നും ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു ഏകദേശം 50-60 കിലോമീറ്റർ ദൂരം. നമ്മള് കാറ്റും നടുവിലൊക്കെയാന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമല പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. മെനങ്ങാന്ന് ഞാൻ ശബരിമലയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഈ ക്ഷേത്രത്തിൽ പോകാനൊരു അവസരം എനിക്ക് വന്നു. ഇത് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങളും വരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വൃശ്ചിക മാസത്തിലും വന്നായിരുന്നു. വന്നപ്പോഴേ വിചാരിച്ച് ശിവരാത്രിയുടെ വരണമെന്ന്. ഞാൻ 2-3 തവണയായിട്ട് വരുന്നുണ്ട്. അപ്പം വനത്തിൽ കൂടെയാണ് നേരത്തെ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മാത്രമാണ് റോഡിൽ കൂടി യാത്ര ചെയ്ത് വന്നത്. ആലുവാൻകുടി മഹാദേവർക്ക് വേണ്ടി ഒരു റോഡ് വഴി സൗകര്യം ഒറ്റ വഴിയിൽ കൂടി വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മറു സൈഡിൽ കൂടെ സ്വന്തം സ്ഥലത്തിൽ കൂടി റോഡ് കൊടുക്കാനെ കൊണ്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പോകാത്ത ഭക്തർക്ക് കാനന മധ്യത്തിൽ ശിവഭഗവാനെ തൊഴാനുള്ള ഒരു അവസരം കൂടിയാണ് ആലുവാൻകുടി ശിവക്ഷേത്രത്തിൽ ഈ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. തേക്കുതോടും തണ്ണിത്തോടും സിയത്തോടും 3 പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ള കാനന മധ്യത്തിലാണ് ഈ ശിവഭഗവാൻ ഇവിടെ പ്രതിഷ്ഠ അർപ്പിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.